മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. സോഷ്യൽ മീഡിയയിലൂടെ അപകീർത്തിപ്പെടുത്തിയതിൽ മനംനൊന്ത് യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കണ്ടന്റ് ക്രിയേറ്ററായ യുവതി പിടിയിലായിരിക്കുന്നു. വടകരയിലെ ബന്ധുവീട്ടിൽ നിന്നാണ് ഷിംജിത പിടിയിലായത്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, കുടുംബത്തിന്റെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ഷിംജിത ഒളിവിൽ പോയിരുന്നു. ഇപ്പോൾ എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്? ശ്രീജ, രാവിലെ ഏതാണ്ട് 11 മണിയോടുകൂടിയാണ് ഷിംജിതയെ കസ്റ്റഡിയിൽ എടുക്കുന്ന വിവരങ്ങളാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. കൊയിലാണ്ടിയിലെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന അടക്കം പൂർത്തിയാക്കിയിരുന്നു. അല്പസമയത്തിനകം നമ്മളിപ്പോൾ നിൽക്കുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കും എന്ന വിവരങ്ങൾ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. മുൻകൂർ ജാമ്യ ഹർജിയുമായി ഷിംജിത ജില്ലാ കോടതിയെ സമീപിച്ചിരുന്നു. ആ ജാമ്യ ഹർജിയിൽ നാളെ വാദം കേൾക്കാനിരിക്കെയാണ് ഊർജിതമായ ഒരു തെരച്ചിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. രാവിലെ തന്നെ പോലീസ് ഇത്തരത്തിലൊരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തിരിക്കുന്നു. ഒപ്പം ഊർജിതമായ തെരച്ചിൽ നടത്തുന്നു. ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അവർ വിദേശത്തേക്ക് കടന്നു കളയുന്നതടക്കം തടയുന്നതിനായി അത്തരത്തിൽ കാര്യങ്ങൾ ഊർജിതമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഈ പോലീസ് നമ്മളോട് ആ വാർത്താക്കുറിപ്പ് ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഈ പോലീസ് നമ്മളോട് ആ വാർത്താക്കുറിപ്പ് ഇറക്കിയപ്പോൾ തന്നെ ഏതാണ്ട് കസ്റ്റഡിയിലേക്കെന്ന ഒരു സൂചനകൾ ലഭിച്ചിരുന്നു. അതിനുശേഷമാണ് വടകരയിൽ നിന്ന് തന്നെ പ്രതിയെ കസ്റ്റഡിയിലെടുത്തെന്ന വിവരങ്ങൾ ലഭിക്കുന്നത്. എന്തായാലും BJP പ്രവർത്തകരടക്കമുള്ളവർ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവരോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. നടത്തേണ്ടത് ആ മെഡിക്കലൊന്നും നടത്താതെ ആരും കാണാതെ അവരെ ഞാൻ മനസ്സിലാക്കുന്ന കൊയിലാണ്ടി ഹോസ്പിറ്റലാണ് മെഡിക്കൽ ഹാജരാക്കിയിട്ടുള്ളത്. ഇപ്പോൾ കുന്നമംഗലം കോടതിയിൽ ഡയറക്റ്റ് ഹാജരാക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ പത്രമാധ്യമങ്ങളൊന്നും അറിയിക്കാതെ രഹസ്യമായി പ്രൈവറ്റ് വണ്ടിയിൽ ഇത് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഇത് പ്രതിയെ രക്ഷപ്പെടാനുള്ള പോലീസിന്റെ ഗൂഢാലോചനയായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിശക്തമായ നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. അതിശക്തമായ സമരങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കും. അല്ലാതെ ഒരു രഹസ്യമായാണ് മൊത്തത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ രഹസ്യമാണല്ലോ. നിങ്ങൾ അറിഞ്ഞോ? പത്രമാധ്യമങ്ങൾ അറിഞ്ഞോ? ആരും അറിയില്ല. 10 മണിക്ക് അറസ്റ്റ് രേഖപ്പെടുത്തി സാധാരണ നേരം സ്വന്തം ഈ കേസ് രജിസ്റ്റർ ചെയ്ത സ്റ്റേഷനിൽ ഹാജരാക്കണം. അവിടെ ഹാജരാക്കുന്നില്ല. ഇവിടെ നമ്മൾ സാധാരണ ബീച്ച് ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലാണ് മെഡിക്കൽ നടത്തേണ്ടത്. ആ മെഡിക്കൽ നടത്തുന്നില്ല. അപ്പോൾ വരുന്ന വഴി തന്നെ സ്വകാര്യ വാഹനത്തിൽ അവരെ കൊണ്ടുവരുന്നു. ആരും അറിയാതെ അവരെ രഹസ്യമായി അവിടെ ഒരു മെഡിക്കലിന് ഹാജരാക്കുന്നു. ഇപ്പൊ മനസ്സിലാക്കുന്നത് നേരെ കുന്നമംഗലം കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ ഇവർക്ക് ജാമ്യം കിട്ടാനുള്ള എല്ലാ പഴുതുകളും ഉണ്ടാക്കി കൊടുത്ത് അത് ഇവർ രഹസ്യമായി ഇത് കൈകാര്യം ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഗൂഢാലോചനയാണ്. പോലീസ് ഈ പ്രതിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നത്. തുടക്കം മുതലേ പോലീസിന്റെ ഭാഗത്തുനിന്ന് അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിശക്തമായ സമരങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കും. തീർച്ചയായും സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയാണെങ്കിൽ അതിശക്തമായ പ്രതിഷേധം പോലീസ് കാണേണ്ടി വരും. കാരണം അതിവ രഹസ്യമായി സ്വകാര്യ വാഹനത്തിൽ ഇവരെ കൊണ്ടുവരുന്നു. പത്രമാധ്യമങ്ങൾ അറിയിക്കുന്നില്ല. ഇവിടുത്തെ CI ഫോൺ എടുക്കുന്നില്ല, SI ഫോൺ എടുക്കുന്നില്ല, ആരും ഫോൺ എടുക്കുന്നില്ല. അവരെ ആരും അറിയാതെ കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ പോയി മെഡിക്കൽ എടുക്കുന്നു. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് നേരെ കുന്നമംഗലം കോടതിയിൽ ഹാജരാക്കുന്നത് പ്രതിയെ രക്ഷപ്പെടുത്താനുള്ള പോലീസിന് അതിരഹസ്യമായി എന്തിനകത്ത് രഹസ്യമായി വെക്കേണ്ട ആവശ്യം? പത്രമാധ്യമങ്ങൾ അറിയിക്കാതെ ഇവിടുത്തെ ജനങ്ങളെ അറിയിക്കാതെ കേരളം മൊത്തം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയത്തിനകത്ത് അധികം രഹസ്യമായി ഇത്ര നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ട് സ്വകാര്യ വാഹനത്തിൽ പോയി അറസ്റ്റ് ചെയ്യേണ്ട? അതാണ് ഞങ്ങൾക്ക് അറിയുന്നത്. പോലീസ് എന്തിന് ഈ സ്വകാര്യ വാഹനത്തിൽ പോകുന്നു? പോലീസിന് സ്വന്തമായ വാഹനം ഉണ്ടല്ലോ. പോലീസ് ആരും അറിയിക്കുന്നില്ല, പത്രമാധ്യമങ്ങൾ അറിയിക്കുന്നില്ല. ഇവിടെ ഈ സ്റ്റേഷനിലാണല്ലോ കേസ് രക്ഷപ്പെട്ടത്. ഇവിടെ പോലും അവരെ കൊണ്ടുവരില്ല എന്ന് പറയുമ്പോൾ ഇത് പോലീസ് ഇവരെ രക്ഷപ്പെടാനുള്ള സാഹചര്യം ഇവർക്ക് ഒതുക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അതിശക്തമായ സമരങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കും. ഇതാണ് BJPയുടെ ഒരു ആരോപണം. അദ്ദേഹം ഇവിടുത്തെ സ്ഥലത്തെ കൗൺസിലറാണ്. ഒപ്പം BJPയുടെ ജില്ലാതല നേതാവ് കൂടിയാണ്. അദ്ദേഹം പറയുന്ന പോലെ തന്നെ രാവിലെ മുതൽ തന്നെ നമുക്ക് ചില സൂചനകൾ ഉണ്ടായിരുന്നു ഇന്ന് ഷിംജിതയെ കസ്റ്റഡിയിലെടുക്കും എന്ന് സംബന്ധിച്ചു. പക്ഷേ ഒരു തരത്തിലുമുള്ള പ്രതികരണം പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല. ഇപ്പോഴും ഒരു ഔദ്യോഗികമായി ഒരു ചോദിച്ചാൽ ഒരു വിവരം നൽകുന്നില്ല. CI അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ ഫോൺ രാവിലെ മുതൽ സ്വിച്ച് ഓഫ് ആണ്. ACP മറ്റു പോലീസുകാരൊന്നും ഒരാൾ പോലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നില്ല. രാവിലെ 10:30ക്കാണ് വീട്ടിൽ നിന്നും ഇവരെ കസ്റ്റഡിയിലെടുത്ത് അതിനുശേഷം കൃത്യമായ ഒരു സൂചനകളും നൽകാതെ അവരെ സ്വകാര്യ വാഹനത്തിലൊക്കെയാണ് മെഡിക്കൽ കോളേജ് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതിനുശേഷം സാധാരണഗതിയിൽ എത്തിക്കേണ്ടത് ഈ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലാണ്. പക്ഷേ അവരെ എത്തിച്ചിട്ടില്ല. നേരിട്ട് കോടതിയിൽ എത്തിക്കുന്നതിനുള്ള ചില നീക്കങ്ങൾ നടക്കുന്നുവെന്നാണ് BJP നേതാവ് ആരോപിച്ചിരിക്കുന്നത്. എന്തിനാണ് ഇത്തരത്തിലൊരു ഒളിച്ചുകളി നടത്തുന്നതെന്ന ചോദ്യം ഒരുപക്ഷെ വളരെ പെട്ടെന്ന് തന്നെ ജാമ്യം നൽകി അവരെ വിട്ടയക്കാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുമെന്നും അറിയാം. നമുക്ക് കാണാം ആളുകളൊക്കെ തടിച്ചുകൂടി ഈ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷന്റെ പരിസരത്ത് നിൽക്കുന്നത് വലിയ ചർച്ചയായി മാറിയ ഒരു കേസാണിത്. മെൻസ് അസോസിയേഷനെ പോലുള്ള ആളുകൾ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നു. ഒരുപാട് ആളുകൾ ദീപകിന്റെ വീട്ടിലെത്തി അദ്ദേഹത്തിനെ കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നു. അങ്ങനെ വലിയ ഒരു ജനശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു കേസ് കൂടിയാണ്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് വളരെ പെട്ടെന്ന്
MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപകിന്റെ ആത്മഹത്യയിൽ ഷിംജിത പിടിയിലായിരിക്കുന്നു. ഷിംജിത സോഷ്യൽ മീഡിയയിൽ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ദീപക് ആത്മഹത്യ ചെയ്തത്. ഇതേ തുടർന്ന് വലിയ പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത്. അതിനു പിന്നാലെയാണ് ഷിംജിതയ്ക്കെതിരെ കുടുംബം പരാതി നൽകിയിരുന്നു. ആ പരാതിയിലാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. പക്ഷേ വലിയ രഹസ്യമായ രീതിയിലാണ് ഇന്ന് രാവിലെ തൊട്ട് പോലീസ് ഈ വിഷയത്തിൽ പെരുമാറുന്നത്. ഷിംജിതയ്ക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. അതീവ രഹസ്യമായി കസ്റ്റഡിയിലെടുക്കുന്നു. പിന്നീട് മെഡിക്കൽ പരിശോധന അടക്കമുള്ളവ രഹസ്യമായി ആണ് പോലീസ് പൂർത്തിയാക്കിയത്. അനീഷ് തുടരുന്നുണ്ട്. അനീഷ്, ഇത്ര വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട്, നമുക്കറിയാം. സ്വാഭാവികമായി സമൂഹ മാധ്യമങ്ങളിലടക്കം ഷിംജിത ഇത് പോസ്റ്റ് ചെയ്തത് സോഷ്യൽ മീഡിയയിലാണ്. അവിടെ അടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. അതുകൊണ്ടുള്ളൊരു സ്വാഭാവികമായ ഒരു മുൻകരുതലാണോ ഈ രഹസ്യ സ്വഭാവം? പോലീസ് ഫോൺ ഓഫ് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമൊക്കെ, അങ്ങനത്തെ ഒരു സാഹചര്യമൊക്കെ എന്താണ്? അതാണ് നമുക്ക് സാധാരണഗതിയിൽ ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങളായ വിവാദങ്ങളായ വാർത്തകളൊക്കെ പലപ്പോഴും നമ്മൾ കൈകാര്യം ചെയ്യാറുണ്ട്. മെഡിക്കൽ കോളേജ് പോലീസിനുമൊക്കെ ഒരുപാട് വാർത്തകൾ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ഈ ഉദ്യോഗസ്ഥർ ഒന്നടങ്കം മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ വിളിച്ചാൽ പ്രതികരിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഒരു കൃത്യമായ വിവരം നൽകാതിരിക്കുക, ഒപ്പം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ മറ്റു ചിലർ സംസാരിക്കുക, അങ്ങനെ രാവിലെ മുതൽ തന്നെ ഇത്തരത്തിലൊരു നിലപാടാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തിനത് ചെയ്യുന്നു എന്ന് നമുക്കിപ്പോഴും വ്യക്തമാവില്ല. കാരണം ഒരുപക്ഷെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ അടക്കം വലിയ ചർച്ചയായി മാറിയ കേസായതുകൊണ്ട് തന്നെ അത് അവരെ കൂട്ടിയെത്തുമ്പോൾ ഒരുപക്ഷെ പ്രതിഷേധത്തിനുള്ള സാധ്യതയും മറ്റും മുന്നിൽ കണ്ടാണോ എന്നതിനെക്കുറിച്ചും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ കൃത്യമായൊരു വിവരം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല എന്നതാണ് വസ്തുത. നേരത്തെ BJP നേതാക്കളൊക്കെ പറഞ്ഞതുപോലെ ഈ സ്റ്റേഷൻ ജാമ്യത്തിനടക്കം നൽകി ആണോ വിടാനുള്ള നീക്കമാണോ എന്നൊക്കെ അവർ ആരോപിച്ചു. പക്ഷേ അങ്ങനെ സ്റ്റേഷൻ ജാമ്യം നൽകി വിടാൻ പറ്റുന്ന വകുപ്പുകൾ ചുമത്തിയല്ല കേസെടുത്തിരിക്കുന്നത്. ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരമാണ്. അതുകൊണ്ട് കോടതിയിൽ ഹാജരാക്കി കോടതിയിൽ നിന്ന് മാത്രമേ ജാമ്യം ലഭിക്കുകയുള്ളൂ. ഒരുപക്ഷെ വളരെ പെട്ടെന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കാനുള്ള ഒരു നീക്കമാണോ നടത്തുന്നത് എന്ന് നമുക്ക് അറിയില്ല. മുൻകൂർ ജാമ്യത്തിനുള്ള ഹർജി സമർപ്പിച്ചിരുന്നു. അത് നാളെ ജില്ലാ കോടതി പരിഗണിക്കാനിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഒരുപക്ഷെ തന്റെ വാദമുഖങ്ങൾ മുന്നോട്ട് പറഞ്ഞു, അതായത് തനിക്കെതിരായി ഉണ്ടായ ഒരു ബാഡ് ടച്ചാണ് അല്ലെങ്കിൽ മോശം പെരുമാറ്റമാണ് ഉണ്ടായതെന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ ജാമ്യം ലഭിക്കുമെന്നടക്കമുള്ള സംശയങ്ങളൊക്കെയാണ് നേരത്തെ BJP നേതാക്കൾ അടക്കം പുറത്തു വിട്ടത്. എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു നിശബ്ദത പാലിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കൃത്യമായ വിവരങ്ങൾ പലപ്പോഴും നൽകുന്നില്ല. ഇവരെ ഈ കസ്റ്റഡിയിലെടുത്ത വിവരം പോലും പലപ്പോഴും ചോദിച്ചപ്പോൾ അവരുടെ ഭാഗത്തുനിന്നും ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാവുന്നില്ല. നമുക്ക് മനസ്സിലാക്കണം, ഏതാണ്ട് 10:30 ആയപ്പോൾ അറസ്റ്റ് ചെയ്ത വിവരമാണ്, ഏതാണ്ട് ഉച്ചതിരിഞ്ഞാണ് ഈ വിവരം പുറത്തു വരുന്നത് തന്നെ. അപ്പോഴും പോലീസിനോട് ഇക്കാര്യത്തിലൊരു സ്ഥിരീകരണം ചോദിക്കുമ്പോൾ ലഭ്യമല്ലാതിരിക്കുകയും പിന്നീട് അവർ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ അടക്കം എത്തിച്ച് വൈദ്യപരിശോധന പൂർത്തിയാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. അതിനുശേഷം വളരെ പെട്ടെന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തിയോ എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ ഉദ്യോഗസ്ഥരില്ല. പോലീസ് സ്റ്റേഷനിൽ ഇത് സംബന്ധിച്ച യാതൊരു വിവരങ്ങളും അറിയില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.